പ്ലേ ഓഫിലൂടെ പോളണ്ട്, ജർമ്മനി, യുക്രൈൻ എന്നിവർ കൂടി യോഗ്യത നേടിയതോടെ ഈ വർഷത്തെ യൂറോ കപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ ചിത്രം തെളിഞ്ഞു. ജർമ്മനിയിൽ ജൂൺ 14 തീയതിയാണ് യൂറോ കപ്പിന് തുടക്കമാവുക. ജൂലൈ 14 ഫൈനൽ. ഫ്രാൻസ്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ ടീമുകളാണ് കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നവരിൽ മുന്നിൽ. ഇപ്പോഴത്തെ ജർമ്മനി വേദിയാകുന്ന യൂറോ കപ്പിലെ ചാമ്പ്യന്മാരെ പ്രവചിച്ചിരിക്കുകയാണ് ജർമ്മനിയെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച ഫിലിപ്പ് ലാം. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസ് യൂറോ കപ്പ് നേടുമെന്നാണ് ലാമിൻ്റെ പ്രവചനം. ഇതിൻ്റെ കാരണവും ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറോ കപ്പിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ളത് ഫ്രാൻസിനാണ്. അത്രമേൽ താരസമ്പന്നമാണ് ഫ്രഞ്ച് ടീം. റിസർവ് നിരയിലുള്ളവരെല്ലാം ആദ്യ ലെവലിൽ കളിക്കാൻ യോഗ്യതയുള്ളവരാണ്. ഏതൊരു സമയത്തും കോച്ചിന് രണ്ടാമതൊന്നും ആലോചിക്കാതെ താരങ്ങളെ മാറ്റാൻ കഴിയുന്ന ഏക ടീം ഫ്രാൻസാണ്. ഇത്രയും സ്ക്വാഡ് ഡെപ്തുള്ള ഒരു മറ്റൊരു ടീം യൂറോപ്പിൽ ഇല്ലെന്നും ഫിലിപ്പ് ലാം പറയുന്നു. 2016 യൂറോ കപ്പിൽ ഫ്രാൻസ് ഫൈനലിൽ പോർച്ചുഗലിനോട് പരാജയപ്പെടുകയായിരുന്നു. 2018 ലോകകപ്പ് നേടിയാണ് ഫ്രാൻസ് തിരിച്ചു വന്നത്. കഴിഞ്ഞ തവണത്തെ യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടറിൽ അടിതെറ്റിയ ഫ്രാൻസ് ഖത്തർ ലോകകപ്പിൽ ഫൈനലിൽ കടന്നിരുന്നു. ഫൈനലിൽ എംബാപ്പയും സംഘവും അർജന്റീനയോടാണ് തോറ്റത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.